അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ ബാസിൽ ശരിക്കും ഞാൻ പറയേണ്ട കാര്യങ്ങളുടെ ഒരു ഗ്രാൻഡ് പിക്ചർ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞു. പ്രത്യേകിച്ചും ഇത് പറയുമ്പോൾ ഞാൻ അവർക്ക് പുള്ളി സ്പൈറോമീറ്ററിൻ്റെ കഥ പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സ്പൈറോമീറ്ററിനെ കുറിച്ച് ഈ വർക്ക് ചെയ്തിട്ടുള്ള ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലുള്ള ലുൻഡി ബ്രൗൺ എന്ന് പറയുന്ന ഒരു പാത്തോളജിസ്റ്റ് ഉണ്ട്. അവർ കഴിഞ്ഞ വെള്ളിയാഴ്ച മരിച്ചു. പക്ഷെ അവരുടെ വർക്ക് ആണ് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കാണ്. ഒരുപക്ഷെ ഇതിൽ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ വായിക്കാവുന്ന ഹൗ ബ്രീത്തിങ് റൈസ് ഇൻ ടു ദി മെഷീൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വർക്കുണ്ട്. ഈ വർക്കിലാണ് സത്യത്തിൽ ഈ സ്പൈറോമീറ്ററിൻ്റെ ഒരു റേഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, അത് റേഷ്യൽ ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല, എങ്ങനെയാണ് പിൽക്കാലത്ത് പിന്നീട് ഈ റേഷ്യൽ ക്വസ്റ്റ്യൻ വളരെ ശക്തമായിട്ട് ഉയർന്നു വന്നപ്പോൾ ഈ സ്പൈറോമീറ്റർ തന്നെ റെസിസ്റ്റൻസിൻ്റെ ചിഹ്നമായിട്ട് പ്ലാന്റേഷൻ സെക്ടറിൽ വർക്ക് ചെയ്തിരുന്ന നീഗ്രോ തൊഴിലാളികൾ ഉപയോഗിച്ചതെന്നും അവർ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ വർക്കിൻ്റെ ഒരു പ്രത്യേകത, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ സ്പൈറോമീറ്റർ എന്ന് പറയുന്ന ഈ സാധനം ഡെവലപ്പ് ചെയ്യുന്നത് ഒരു പ്ലാന്റേഷൻ മുതലാളിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അയാളുടെ ആവശ്യം എന്തായിരുന്നു? അയാളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു 2000 വരെ ഇതിൽ വളരെ പ്രമാദമായൊരു കേസുണ്ട്. അതായത് US നടന്നിട്ടുള്ള പ്രമാദമായ കേസ്. ഒരു കമ്പനി ബ്ലാക്ക് ആയിട്ടുള്ള തൊഴിലാളികൾക്ക് കമ്പനി പൂട്ടിയതിന് ശേഷം, കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ്പെറ്റോസ് ഒക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനി ഒരു ഘട്ടത്തിൽ നമുക്കൊരു ആസ്പെറ്റോസിൻ്റെ പ്രൊഡക്ഷൻ പല രാജ്യങ്ങളിലും നിർത്തി, പുതിയ പ്രൊഡക്റ്റൊക്കെ വന്നപ്പോൾ ഇവരിത് നിർത്തേണ്ടി വന്നു. അപ്പോൾ കമ്പനി ഇത് നിർത്തി. പക്ഷേ ഇതിൽ പണിയെടുത്ത തൊഴിലാളികൾക്ക് അസുഖങ്ങളുണ്ട്, ലങ് ഡിസീസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 80കളിലെങ്ങാണ്ടാണ് ഈ കമ്പനി പൂട്ടിപ്പോകുന്നത്. അപ്പോൾ തൊഴിലാളികൾ നേരെ കോടതിയിൽ പോയി. കോടതിയിൽ പോയപ്പോൾ കോടതിയിൽ കമ്പനി ആർഗ്യൂ ചെയ്തത്, ഇത് ഞങ്ങളുടെ പ്രശ്നമല്ല, ഇത് അവരുടെ ശരീരപ്രകൃതത്തിൻ്റെ പ്രശ്നമാണ്. കാരണം അവിടെ ലങ്സ് ഓൾറെഡി വീക്കാണ്, അതുകൊണ്ടാണ് അവർക്ക് അസുഖം ഉണ്ടായത്, അതല്ലാതെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടല്ല. അപ്പോൾ അതൊരു പക്ഷേ വേണമെങ്കിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് റേസിസത്തിൻ്റെ പ്രശ്നം നിലനിൽക്ക് മാത്രമല്ല, ഇവരിതിനെ പിന്നീട് വളരെ വിശദമായിട്ട് പഠിക്കുക. ഇവർ പാത്തോളജിസ്റ്റ് കൂടിയാണ്. അതേസമയം ഈ റേഷ്യൽ ഹൈറാർക്കി സയൻസിൻ്റെ പഠനങ്ങളിലതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന ആൾ നിലനിൽക്ക് അവരതിനെക്കുറിച്ച് പഠിക്കുകയും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2000-ലെങ്ങാണ്ടാണ് കേസിൽ തൊഴിലാളികൾ വിജയിക്കുന്നത്. അപ്പോൾ അതങ്ങനെയല്ല. ഈ ഇതിൻ്റെ ഒരു അടിസ്ഥാനം, ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള റേസിസത്തിൻ്റെ തന്നെ ഒരു അടിത്തറ ഇതിനകത്തുണ്ട് എന്നവർ സ്ഥാപിക്കുകയും അതൊരു പക്ഷേ നേരത്തെ പറഞ്ഞ മാതിരി മൂവ്മെൻറ്റുകൾ പിന്നീട് അതിൽ ഒരുപാട് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, സയൻസിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്നൊരു പക്ഷേ അത്ര പുതുമയുള്ളൊരു വിഷയമല്ല. സയൻസിൻ്റെയും ടെക്നോളജിയുടെയും രാഷ്ട്രീയം അത്ര ഒരു പുതുമയുള്ള വിഷയമോ ആളുകൾക്ക് എന്ന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ഐവി ലീഗ് യൂണിവേഴ്സിറ്റികളിലും അല്ലേ ഏറ്റവും പ്രമാദമായിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പലസ്തീൻ്റെ കോണ്ടെക്സ്റ്റിൽ അവരുടെ ഒരൊറ്റ ഡിമാൻഡാണ് ജനസൈഡിനെ എനേബിൾ ചെയ്യുന്നൊരു സയൻസ് വേണ്ട എന്ന് സയൻസും ടെക്നോളജിയും പഠിക്കുന്ന സ്റ്റുഡൻസ് MIT-ലോ ഹാർവാർഡിലോ ഒക്കെ ഉള്ള സ്റ്റുഡൻസ് ഇറങ്ങി വന്ന് സംസാരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവർ നമ്മൾ IIT-കളിൽ പോലും അതിൻ്റെ റിഫ്ലക്ഷൻസ്, നമ്മൾ NIT-കളിലൊക്കെ അതിൻ്റെ റിഫ്ലക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ശാസ്ത്രം നേരത്തെ പറഞ്ഞ മാതിരി ഒരു ന്യൂട്രൽ ഒരു പ്രൊജക്റ്റ് മാത്രമല്ലെന്നും, ശാസ്ത്രത്തിനും സാങ്കേതികതക്കും അതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ടെന്നും, ആ രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്യുക, അത് പലതരത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ റേസിസത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു നൂറ്റാണ്ടോളം ഒരു പക്ഷേ ഭയങ്കരമായിട്ട് സയൻറ്റിഫിക് റേസിസം ആണ് ലോകത്തുള്ള റേസിസ്റ്റ് ഫാസിസ്റ്റ് മൂവ്മെൻറ്റുകളെ പ്രചോദിപ്പിച്ചിരുന്നൊരു ഘടകം. ഇത് അണ്ടിയാണോ മാങ്ങയാണോ ആദ്യം ഉണ്ടായത് എന്നുള്ള മാതിരിയാണ് ഇതിൽ തർക്കം. അതായത് സയൻസിലെ ഈ റേസിസ്റ്റ് സ്റ്റഡീസാണോ വന്നത് ആദ്യം, അതോ റേഷ്യലായിട്ടുള്ള ഈ ഐഡിയോളജീസ് സയൻസിനെ ഡിക്റ്റേറ്റ് ചെയ്തതാണോ? അപ്പോൾ നമുക്ക് യൂജനിക്സിൻ്റെയും അതുപോലെ തന്നെ റേഷ്യൽ പ്യൂരിറ്റിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഇന്നൊരു പക്ഷേ ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റീൻ്റെ തന്നെ ഇത് ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം, ബ്ലോഗിൽ തന്നെ അവർ ഒരു ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളുള്ളൊരു കുറ്റസമ്മതം, ഒരു അപ്പോളജി പോലെ അവർ തന്നെ എന്താണ് ഹാർവാർഡിലെ ഫസ്റ്റ് പ്രസിഡൻറ്റ് മുതൽ ഒരു ഘട്ടം വരെ എങ്ങനെയാണ് അവർ ഈ റേഷ്യൽ സയൻസിനെ, യൂജനിക്സിൻ്റെ സയൻസിനെ പ്രൊമോട്ട് ചെയ്തതെന്നും, ആ പ്രൊമോഷൻ
എങ്ങനെയാണ് പ്രത്യേകിച്ചും ബ്ലാക്ക് കമ്മ്യൂണിറ്റികൾ, മൈഗ്രൻസ്, ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രശ്നം അവർക്ക് ക്രിയേറ്റ് ചെയ്തത്. കാരണം അവരെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യുക എന്നുള്ള, അവരുടെ ബോഡി ഓൾറെഡി വീക്കായ ബോഡി ആയതുകൊണ്ടും ബുദ്ധി കുറവായതുകൊണ്ടും അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം സസ്റ്റെയിൻ ചെയ്യാനുള്ള ശേഷി കുറവായതുകൊണ്ടും ഒരു പൗരത്വത്തിൻ്റെയോ അവകാശങ്ങളുടെയോ പരിഗണനയിൽ വരേണ്ടതില്ല എന്നതിനെ യൂജനിക്സിൻ്റെയൊക്കെ പിന്തുണയോട് കൂടിയിട്ടുള്ള, അപ്പോൾ ഇത്രയും പഠനങ്ങൾ വളരെ ശക്തമായിട്ടൊരു ഘട്ടത്തിൽ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ആ പ്രോത്സാഹനം പലപ്പോഴും ലോകത്തുള്ള പലതരത്തിലുള്ള ഫാസിസ്റ്റ് മൂവ്മെൻറ്റുകൾക്ക് പ്രചോദനമായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ഹിറ്റ്ലറുടെ നാസി യൂജനിക്സ് എന്ന് പറയുന്നത്, അവർ നാസി യൂജനിക്സിൻ്റെ തത്വങ്ങൾ വെച്ചിട്ടാണ് ഹിറ്റ്ലർ ഫാസിസത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ലെജിറ്റിമസി ഉണ്ടാക്കിയത്. ഇപ്പോൾ ഹിറ്റ്ലറൊക്കെ വിടാം. ഇപ്പോൾ നമ്മൾ RSS ഇന്ത്യയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് ഈ ഒരു യൂജനിക്സിൻ്റെ റേഷ്യൽ ഹൈജീനിൻ്റെ പ്യൂരിറ്റിയുടെ തത്വങ്ങൾ വളരെയധികം പ്രചോദനം നൽകിയിട്ടുള്ള ഒന്നായിരുന്നു. ഇപ്പോൾ ഈ ജർമ്മനിയിൽ ഉണ്ടായിരുന്നൊരു ഇൻഡോളജിസ്റ്റും അവർ പിൽക്കാലത്ത് ഇൻഡോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വേദങ്ങളും ഇതൊക്കെ പഠിച്ചിട്ട് ജർമ്മനിയിൽ RSSൻ്റെ ഹിന്ദുത്വ വേർഷന് ഭയങ്കര പ്രചാരം കൊടുത്തിട്ടുള്ള ഒരു മദർ ഗോഡസ് എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീയുണ്ട്. ഇവർ യൂജനിക്സിൻ്റെ ജർമ്മനിയിലെ വക്താവായിരുന്നു. അപ്പോൾ അവരന്ന് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് ഇത് പഠിക്കേണ്ടത്, ഇന്ത്യയിലെ ബ്രാഹ്മിൺസിൻ്റെ അടുത്ത് നിന്നാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഹാർവാർഡിലെ യൂണിവേഴ്സിറ്റിയിൽ ഈ റേഷ്യൽ ആയിട്ടുള്ള യൂജനിക്സ് തത്വങ്ങൾക്ക് അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്തിരുന്ന സയൻറ്റിസ്റ്റുകൾ ബോസ്റ്റൺ ബ്രാഹ്മിൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം തന്നെ അവർ നടത്തിയിട്ടുണ്ട്. ബോസ്റ്റൺ ബ്രാഹ്മിൺസ് എന്ന് പറഞ്ഞാൽ വളരെ റേഷ്യൽ പ്യുവറായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ബോസ്റ്റണിലുണ്ടെന്ന്, അവരെ ബോസ്റ്റൺ ബ്രാഹ്മിൺസ് എന്നാണ് അവർ വിളിച്ചിരുന്നത്. അപ്പോൾ ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്തെ തന്നെ സംവിധാനിക്കാൻ സാധിക്കുമെന്ന് ഒരു ഘട്ടത്തിൽ ലോകത്തുള്ള പല സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സും ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ലെജിറ്റിമൈസ് ചെയ്യുകയും ക്രൂരമായിട്ടുള്ള വംശഹത്യകൾക്കും അതുപോലെ തന്നെ ക്രൂരമായിട്ടുള്ള ഇപ്പോൾ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ്, ഹിറ്റ്ലറുടെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിൻ്റെ ഒരു പ്രധാന തത്വം എന്ന് പറഞ്ഞാൽ, ഇവർ രാഷ്ട്രത്തിന് അപകടകരമായിട്ടുള്ള സന്തതികളെയാണ് ജനിപ്പിക്കുക. ഒന്നില്ലെങ്കിൽ അവർ ക്രിമിനലുകളായിരിക്കും, അതിന് അവർ അതിൻ്റെ ഒരു ലെജിറ്റിമസി അവരുണ്ടാക്കിയെടുത്തത് പലപ്പോഴും യൂജനിക്സിൻ്റെ തത്വങ്ങൾ വെച്ചിട്ടായിരുന്നു. അതല്ലെങ്കിൽ ഇവർ ക്രിമിനലുകളായിരിക്കും, അല്ലെങ്കിൽ അസുഖമുള്ളവരായിരിക്കും, അതല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇങ്ങനത്തെ ആളുകൾ കൂടുതൽ ജനിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ പ്രോഗ്രസ് തന്നെ തടസ്സപ്പെടും. അതുകൊണ്ട് ജൂയിഷ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു വൈറസാണ്, ഒരു പാത്തോളജിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു വൈറസാണെന്നും ആ വൈറസിനെ നീക്കിക്കളയുക എന്നുള്ളത് അനിവാര്യമാണെന്നും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടാണ് ഒരുപക്ഷെ നാസി ജർമ്മനിയിലും അതിനുശേഷം ഹിറ്റ്ലർ ഫാസിസ്റ്റ് മൂവ്മെൻറ്റ് നിലനിൽക്ക് ഫാസിസത്തിൻ്റെ കാലഘട്ടത്തിലും ഒരു തരത്തിലുള്ള ബയോ നാഷണലിസം, ഇതിന് ഒരു ബയോളജിക്കൽ പ്യൂരിറ്റി എസൻഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ദേശീയവാദപരമായിട്ടുള്ളൊരു സമീപനം രൂപപ്പെടുത്തുകയും ചെയ്തത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതിനെക്കുറിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അനുരണനങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് RSSന് ഇതുപോലുള്ളൊരു യൂജനിക്സ് പ്രൊജക്റ്റ് ഉണ്ട്, ഗർഭ വിജ്ഞാൻ സംസ്കാർ എന്ന് പറഞ്ഞിട്ട്. അവർ ഒരു തരം അത് ഇന്നും ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ അതൊരു ഓർഗനൈസേഷൻ നിലയിൽ തന്നെ ഒരു യൂജനിക്സ് പ്രൊജക്റ്റ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. അപ്പം ഇതിൻ്റെ തത്വം, ഇപ്പോൾ ഹെഡ്ഗവർ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നല്ലോ, അയാൾ പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, മുസ്ലിങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഒരു വൈറസാണ്, പാത്തോളജിയാണ്, പെർമനൻ്റ് പാത്തോളജിക്ക് വേറെ പരിഹാരങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അവരെ എക്സ്റ്റർമിനേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലോജിക്ക്. ഞാൻ പറയുന്നത് വെച്ചാൽ, എങ്ങനെയാണ് ഈ ഒരു റേഷ്യൽ യുക്തി, ഈ റേസിൻ്റെ ഒരു യുക്തി, അത് സയൻസിലും ടെക്നോളജിയിലും സയൻസിൻ്റെ പഠനങ്ങളിൽ ഒരു ഘട്ടത്തിൽ വളരെ ശക്തമായിട്ട് നിൽക്കുകയും ആ യുക്തി പിൽക്കാലത്ത് ഒരുപക്ഷെ രാഷ്ട്രീയത്തെ തന്നെ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തത് എന്നുള്ളത്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു പേരായിരിക്കും ഒരു സയൻറ്റിഫിക് മാനിഫെസ്റ്റോ, ഒരു സയൻസ് ഉട്ടോപ്പിയ, സയൻസ് ടെക്നോളജിക്കൽ ഉട്ടോപ്പിയ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ് ഫിലിപ്പോ തോമസ് മാരിനെറ്റി എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട്. അതായത് ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ലോകത്തിനെ മുന്നോട്ട് നയിക്കേണ്ടത്, അതിൻ്റെ ഒരു എന്താ പറയുക വാൻഗാർഡ്, അതിൻ്റെ മുന്നണി പോരാളി അവരാണെന്നുള്ളതും, സയൻസ് ടെക്നോളജിക്കപ്പുറം നമ്മൾ വേറൊന്നും ആലോചിക്കേണ്ട, പ്രത്യേകിച്ച് പുള്ളി സയൻസിനെ കൂടിയല്ല ടെക്നോളജിയാണ് മുന്നോട്ട് വെക്കുന്നത്, സാങ്കേതിക വിദ്യയാണ്
അങ്ങനത്തെ ഒരു മാനിഫെസ്റ്റോ ഉണ്ട് അദ്ദേഹത്തിൻ്റെ, ടെക്നോ മെറ്റീരിയൽ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന മാനിഫെസ്റ്റോ. ഈ മാനിഫെസ്റ്റോ എഴുതിയ മാരിനെറ്റ് തന്നെയാണ് നാസി ജർമ്മനിയിൽ മുസോളിനിയുടെ ഫാസിസ്റ്റ് മാനിഫെസ്റ്റോയുടെയും കോ ഓതർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു പ്രക്രിയ എന്തുകൊണ്ടാണ് ഇത് പലപ്പോഴും ഈ ഫാസിസ്റ്റ് മൂവ്മെൻറ്റുകളോ റേസിസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകളോ ഈ ലെജിറ്റമസി, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു ന്യൂട്രാലിറ്റി ക്ലെയിം ചെയ്തുകൊണ്ടാണ് ഈ ലെജിറ്റമസി നേടിയെടുക്കുന്നത്. സയൻസിൻ്റെ തന്നെ ഒരു ന്യൂട്രാലിറ്റി, അതായത് സബ്ജക്റ്റിവിറ്റി ഇല്ലാത്തൊരു സംഗതി എന്നുള്ള നിലക്കാണ് ഒന്ന്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ആ റലം പൊളിറ്റിക്കലി കോണ്ടസ്റ്റഡ് ആണ്. പൊളിറ്റിക്കലി കോണ്ടസ്റ്റഡ് ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ സബ്ജക്റ്റിവിറ്റിൻ്റെ ക്ലെയിമുകൾ ചോദ്യം ചെയ്യപ്പെടുകയും അതിൽ പലതരത്തിലുള്ള ആളുകൾ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഈ ചോദ്യം വരുന്നത്. ഇപ്പോൾ ഒരു പ്ലാന്റേഷൻ വർക്കറായിട്ടുള്ള ഒരാൾ വന്നിട്ട് പറയുകയാണ് ഇവരുടെ ലങ്സ് വീക്കാണെന്ന് പറയുമ്പോൾ ലങ്സ് മേ ബി അത് വീക്കായിരിക്കാം, പക്ഷെ അത് വീക്കാവുന്നതിന് വേറെയും കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അത് ബ്ലാക്ക് ആയതുകൊണ്ടല്ല, മറിച്ച് മഞ്ഞിലും പിന്നെ തീഷ്ണമായിട്ടുള്ള ചൂടിലും മഞ്ഞിലും രാപ്പകൽ പണിയെടുക്കുന്ന ഒരു സ്ലേവിനെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ ഒരു 2-3 ജനറേഷൻ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസുഖങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഈ യുക്തിയെ എങ്ങനെയാണ് ഭേദിക്കുന്നത്? ഇതിലാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച സയൻസിനകത്തുള്ള ഡൈവേഴ്സിറ്റി, റെപ്രസെൻറ്റേഷൻ, പലതരം അനുഭവങ്ങളുടെ ഒരു പ്രാധാന്യം കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സയൻസിൻ്റെ റലം ഇറ്റ്സെൽഫ് അവിടെ പൊളിറ്റിസൈസ് ചെയ്യപ്പെടുകയാണ്. നിങ്ങളൊരാൾ പോകുമ്പോൾ തന്നെ സയൻസിൻ്റെ റലം പൊളിറ്റിസൈസ് ചെയ്യപ്പെടുകയാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു തലം എന്ന് പറഞ്ഞാൽ, അതായത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നതും അതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞതുപോലുള്ള എന്താ പറയുക, ഒരു സബ്ജക്റ്റിവിറ്റിയെ നിരാകരിച്ചു കൊണ്ടുള്ള ഒരു വാദവും പലപ്പോഴും അത് സഹായകരമാവുന്നത് നേരത്തെ പറഞ്ഞതുപോലുള്ള മൂവ്മെൻറ്റുകൾക്കാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം സയൻസിൻ്റെ ഒരു പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഒരു പ്രശ്നം സയൻസിൻ്റെ ഒരു പ്രാക്ടീസിൽ ഇറ്റ്സെൽഫ്. ഇപ്പോൾ ബ്രൂണോ ലാത്തൂർ എന്നൊക്കെ പറയുന്ന ചില ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ, ലാത്തൂറൊക്കെ പറയുന്നത് സയൻസിൻ്റെ പ്രാക്ടീസിൽ ഇറ്റ്സെൽഫ് എങ്ങനെയാണ് അതൊരു ഹെജമണി ക്ലെയിം ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പുള്ളി ലാബ് പ്രാക്ടീസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇപ്പം ലാബ് പ്രാക്ടീസിനകത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആരാണ് തിയറി മേക്ക് ചെയ്യുന്നത്, ആരാണ് അതിൻ്റെ മാനുവൽ ലേബർ എടുക്കുന്നത്, ആരാണ് പ്രോട്ടോക്കോൾ സെറ്റ് ചെയ്യുന്നത്, ആരാണ് പ്രോട്ടോക്കോളിൽ പണിയെടുക്കുന്നത്, ആരാണ് ഫീൽഡിൽ നിങ്ങളുടെ സാമ്പിൾസ് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് വരുന്നത്. പ്രത്യേകിച്ച് ഇത് കൊളോണിയൽ ആയിട്ടുള്ള സയൻസിൻ്റെ എല്ലാ ഇതിലും ഇത് വളരെ പ്രകടമായിട്ടുള്ളൊരു സംഭവമായിരുന്നു ലാബ് പ്രാക്ടീസ് ഇറ്റ്സെൽഫ്. അപ്പോൾ ഇന്ന് അതും ചോദ്യം ചെയ്യപ്പെടുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കിടക്കുന്നില്ല. ആ ഒരു ലാബ് പ്രാക്ടീസ് ഇറ്റ്സെൽഫ് എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ കോണ്ടസ്റ്റ് ടെറൈനായിട്ട് മാറുന്നത് അപ്പോൾ എന്നുള്ളത് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യപ്പെട്ട് വരുന്നു. മൂന്നാമത്തെ ഒരു തലം, വളരെ പ്രധാനപ്പെട്ടൊരു തലം, പ്രത്യേകിച്ചും സയൻസിന് ഒരു മോഡേൺ യുഗത്തിൽ, മോഡേണിറ്റിയുടെ ഒരു സന്ദർഭത്തിൽ കൈവന്നിട്ടുള്ള ഒരു മറ്റെല്ലാ ഡിസിപ്ലിനുകൾക്കപ്പുറവും കൈവന്നിട്ടുള്ള ഒരു എപ്പിസ്റ്റമോളജിക്കലും അതുപോലെ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ഹെജമണി. ഈ ഹെജമണി പലപ്പോഴും സയൻസ് ഇറ്റ്സെൽഫ് എ ട്രൂത്ത്, അതല്ലെങ്കിൽ സയൻസ് ഇറ്റ്സെൽഫ് ദാറ്റ് ഈസ് ദ ഓൺലി വേ ഓഫ് നോവിങ് എന്നുള്ള ഒരു തലത്തിൽ കാണുകയും അതെന്തുകൊണ്ടാണ് കണ്ടത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി അത് പലപ്പോഴും മനുഷ്യന് ലോകത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള വേ ഓഫ് നോയിങ്ങിൻ്റെ സാധ്യതകളെ. ഇപ്പോൾ സയൻസ് എന്താണ് സ്പെസിഫിക്കായിട്ട് ചെയ്യുന്നത്? സയൻസ് സ്പെസിഫിക്കായിട്ട് ചെയ്യുന്നത് നമ്മൾ സയൻസിൻ്റെ സാധാരണഗതിയിലുള്ളൊരു ഡെഫിഷനിൽ പറയും, നമുക്കൊരു കാര്യം അറിയുന്നതിനുള്ള വളരെ ഡിസിപ്ലിനറി ആയിട്ടുള്ള ശിക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. കുറച്ചുകൂടി ബ്രോഡായിട്ട് പറഞ്ഞാൽ സയൻസ് ടെക്നോളജിയും കൂടുതൽ ചെയ്യുന്നത് റിവീലിംഗ് ദ വേൾഡ് എന്നുള്ളതാണ്. റിവീലിംഗ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിനെ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരികയാണ്. എന്തിനാണ് ലോകത്തിനെ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്? ഇതാണ് ഇതിലെ വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള മെറ്റാഫിസിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, അതായത് എന്തിനാണ് ലോകത്തിനെ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്? അപ്പോൾ ഈ സയൻറ്റിഫിക് പ്രാക്ടീസുകളോ ഇതുപോലുള്ള മെത്തേഡുകളോ പ്രീ മോഡേൺ എന്ന് പറയപ്പെടുന്ന സമൂഹങ്ങളിൽ ഇല്ലാത്തതല്ല. അപ്പോൾ നമുക്കറിയാം സയൻസിൻ്റെ ഒരു ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ AI കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അൽഗോരിതം ആണ് അതിൻ്റെ ഒരു ബേസ്. അൽഗോരിതം ബേസ് ആണെങ്കിൽ അൾജിബ്രയാണ്, അൾജിബ്രിക് കൾച്ചേഴ്സ്. ഈ അൾജിബ്ര പോലുള്ള വിജ്ഞാന ശാഖകൾ ഉയർന്നു വരുന്ന സ്ഥലം എന്താണ്? അപ്പോൾ ഇവിടെ വരുമ്പോൾ എൻലൈറ്റ്മെൻറ്റ് മോഡേണിറ്റിക്ക് അകത്ത് വരുമ്പോൾ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? ഈ വ്യത്യാസം
ആണ് ഈ പൊളിറ്റിക്സിനെ നേരത്തെ പറഞ്ഞ പോലുള്ള വംശീയതയുടെയും അതുപോലെ തന്നെ ജനസൈഡിൻ്റെയും ഒരു സാധ്യതയുണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു സയൻസ് ഉട്ടോപ്യനിസ്റ്റുകളുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ചില ആളുകൾ സയൻസ് ഭയങ്കരമായിട്ടുള്ള പെസിമിസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ സയൻസ് പെസിമിസ്റ്റാണ്. പക്ഷേ ഇതിനപ്പുറം ഈ വഴി, ഈ മെത്തേഡിന് നഷ്ടപ്പെട്ടു പോയ ഡിഫറൻസ് എവിടെയാണ്? ഇതിലാണ് ഇതിൻ്റെ ഒരു മെറ്റാഫിസിക്കലായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു അനുഭവങ്ങളുടെ, വ്യത്യസ്ത അനുഭവങ്ങളുടെ കുറവ്, ഒരുതരം ഹോമോജനൈസ്ഡ് ആയിട്ടുള്ള നോഷനിൽ ഇതിനെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെ മെറ്റാഫിസിക്കലായിട്ടുള്ള എന്തിനാണ് നിങ്ങൾക്ക് മുമ്പിൽ ലോകത്തിന് റിവീൽ ചെയ്യേണ്ടത്? അതിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വക്താക്കളായിട്ട് വന്നിട്ടുള്ള ആളുകൾ, പലപ്പോഴും ബേക്കണെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് അത് കോൺകർ ചെയ്യാനും അതുപോലെ തന്നെ പ്രകൃതിക്ക് മേലും മറ്റുള്ള ആളുകൾക്ക് മേലും ആധിപത്യം സ്ഥാപിക്കാനുമാണ് ഈ നോളജ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചിഹ്നം തന്നെ എങ്ങനെയായിരിക്കും? പഴയ ഒരു ഗ്ലോബ് കയ്യിൽ പിടിക്കുകയും അതിലേക്ക് നോക്കുകയും ചെയ്യുന്ന ഒരു മെറ്റഫർ തന്നെയും. ഞാൻ മനുഷ്യൻ്റെ ഒരു എന്താ പറയുക, തങ്ങളുടെ ഒരു ശക്തിയുടെ മേധാവിത്വത്തിൻ്റെ പ്രകടനം എന്നുള്ള നിലക്ക്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞ വെസ്റ്റേൺ യൂറോപ്യൻ കൊളോണിയൽ ശക്തികൾ എല്ലാ കാലത്തും സയൻസിനെ ക്ലൈം ചെയ്യുകയും അതിനെ ഒരു തരത്തിൽ ജനസൈഡിൻ്റെയോ കൊളോണിയലിസത്തിൻ്റെയോ വംശീയതയുടെയോ മറ്റ് പലതരത്തിലുള്ള ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ആവശ്യങ്ങളുടെയോ ഒക്കെ എന്താ പറയുക, അതിനൊരു എനേബിളറായിട്ടുള്ളൊരു സോഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ സയൻസിന് പക്ഷേ നേരത്തെ ലോകത്ത് ചെറിയ ഒരു സയൻറ്റിഫിക് റവല്യൂഷന് വരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ പലരും പറഞ്ഞിട്ടുള്ളത് പോലെ തീവണ്ടി കണ്ടുപിടിച്ചതുകൊണ്ട്, ആവിയന്ത്രം കണ്ടുപിടിച്ചതുകൊണ്ടാണ് ലോകം ഇന്നത്തെ പോലുള്ള ലോകമായി മാറിയത്. അതല്ലെങ്കിൽ ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ ലോകമായി മാറിയത്. ഒരു മനുഷ്യൻ്റെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡ്രാസ്റ്റിക് ചേഞ്ചുകൾ വളരെ വിപുലമാണ്. അപ്പോൾ ഈ വിപുലമായ മാറ്റത്തെ അല്ലെങ്കിൽ ലോകത്തിന് മനുഷ്യർക്ക് മുമ്പിൽ തന്നെ റിവീൽ ചെയ്ത് കൊടുക്കുന്ന ഒരു പണി ആണിത് ചെയ്യുന്നതെങ്കിലും ഇത് ആർക്ക് വേണ്ടിയാണ് റിവീൽ ചെയ്യുന്നത്? ഇതിൽ ആധുനിക ശാസ്ത്രത്തെ പിന്താകുന്ന ഒരു എൻലൈറ്റ്മെൻറ്റ് ട്രഡീഷൻ പറയുന്നത് അത് നിങ്ങളുടെ ഡൊമിനേഷൻ്റെ, മനുഷ്യൻ്റെ തന്നെ സെൽഫിൻ്റെ സാറ്റിസ്ഫാക്ഷൻ്റെ ഒക്കെ ഒരു സ്ഥലമാണെങ്കിൽ ഇതിൻ്റെ ഒരു മെറ്റാഫിസിക്കൽ റലം അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ടും ഇന്ന് ആളുകൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഒരു ഇസ്ലാമിക സമീപനം നിങ്ങൾക്ക് മുമ്പിൽ ലോകം റിവീൽ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ എന്തു പറയും? നമ്മൾ പറയും സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ, അതിനു മുമ്പിൽ മനുഷ്യൻ കൂടുതൽ വിനയാന്വിതനായി തീരുകയാണ്. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ സുബ്ഹാനക എന്ന് പറയുന്ന ഒരു മെറ്റാഫിസിക്കലായിട്ടുള്ളൊരു സമീപനമുണ്ട്. മറിച്ച് ബേക്കേണ്ട ഒരു സമീപനം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഈഗോ, സെൽഫ്, അതിൻ്റെ പവർ ആണ് അവർക്ക് മുമ്പിൽ റിവീൽ ചെയ്ത് വരുന്നത്. പ്രപഞ്ചത്തിൻ്റെ മെറ്റീരിയലായിട്ടുള്ള ഭൗതിക വസ്തുക്കളുടെ ഓരോ രഹസ്യവും അറിയുമ്പോഴും അവൻ്റെ ഈഗോ, അവൻ്റെ സെൽഫ് ഇതാണ് സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നതെങ്കിൽ ഇതിൻ്റെ മറ്റൊരു സമീപനം റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില എന്ന് പറയും, വിനയാന്വിതനായി തീരുന്നൊരു സമീപനമാണ്. ഏറ്റവും എന്താ പറയുക, മനുഷ്യരെത്ര നിസ്സാരനായി പോകുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു മഹാസെറ്റപ്പിനകത്ത്, ഒരു നിസ്സാരനായി നിൽക്കുന്ന ഒരാൾ എന്നുള്ള ഒരു ഫീലിംഗ്, ഇത് രണ്ട് തരത്തിലുള്ള ലോകവീക്ഷണങ്ങളുടെ പ്രകടനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സയൻസിൻ്റെ പ്രയോഗത്തിന് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ മെത്തേഡോ ടൂൾസോ ഈ ഒരു യൂറോപ്യൻ മൊഡേണിറ്റി ഉണ്ടായതിന് ശേഷം മാത്രം ഡെവലപ്പ് ചെയ്തത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള കൾച്ചറുകൾ, പ്രത്യേകിച്ച് ഞാൻ ഇസ്ലാമിക് കൾച്ചറിന് വലിയൊരു റോള്, അറബ് ഇസ്ലാമിക് കൾച്ചറിന് വലിയൊരു റോള് ഇന്നത്തെ പലതരത്തിലുള്ള, ഇത് കേവലമായിട്ടുള്ള അവകാശവാദം മാത്രമല്ലല്ലോ, നിങ്ങൾക്ക് ഏത് സയൻറ്റിഫിക് അൽ ഖവാരിസ്മി ആണെങ്കിലും ആരാണെങ്കിലും ഇമാം റാസി ആണെങ്കിലും ഇവരുടെ ഒരു മെറ്റാഫിസിക്കൽ വീക്ഷണവും